ഹോസ്പിറ്റലിൽ പോണോ കണ്ണേട്ടാ? ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ. ഇന്നെന്നാ പിന്നെ ഇനി ഓഫീസിലേക്ക് പോകണ്ട. ഞാൻ വിശ്രമിച്ചോളാം. പക്ഷേ എൻ്റെ ഭാര്യ എനിക്ക് കൂട്ടിരിക്കണ്ട. താൻ ഉറപ്പായിട്ടും അവിടെ വേണം. നീ ഇപ്പം മണ്ടനെന്ന് വിളിച്ച ആളിന്റെ തലച്ചോറുണ്ടാ ഈ കുടുംബം നിലനിൽക്കുന്നത്. കമലേശ്വരത്തെ എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ നടന്നു പോകുന്നത് കണ്ണേട്ടന്റെ മിടുക്കൊണ്ടാ. എന്റെ കണ്ണേട്ടന്റെ ബുദ്ധിശക്തിയെ വെറുതെ ചോദ്യം ചെയ്യണ്ട. ആദ്യം കരുണേ, അതിനുശേഷം ഞങ്ങളെയൊക്കെ ഇതിനകത്തുനിന്ന് നിനക്ക് പുറത്താക്കണം. എന്നിട്ട് അവന്റെ കണ്ണ് കെട്ടിയിട്ട് തന്നിഷ്ടത്തിന് നിനക്ക് ജീവിക്കണം. അതിനേതായാലും ഞാൻ അനുവദിച്ച് തരില്ലടി. അതെ, കണ്ണച്ചാർക്ക് മനസ്സിലായി അവളെപ്പോലൊരു സുന്ദരിയെ ഒരുപാട് കാലം കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ലാന്ന്. അതുകൊണ്ട് അയാൾ തന്നെയാ എനിക്കിങ്ങനൊരു അവസരം ഒരുക്കി തന്നത്. എടാ, ഇതുപോലൊരു ചാൻസ് ലോകത്ത് ഒരു ചെറുപ്പക്കാരനും ഉണ്ടാവില്ല. ഇത് നീ പരമാവധി മുതലാക്കണം. പിന്നെ മുതലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞു. അവൾ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും എന്നോട് ഇഷ്ടം പ്രകടമാക്കിയ സ്ഥിതിക്ക് ഇനി ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടില്ലേടാ ഇതിനോടകം. പക്ഷേ ഇവളെപ്പോലൊരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതുകൊണ്ട് ഇത് അവസാനത്തെ. ഇവള് കല്യാണം കഴിക്കാൻ പറ്റിയ പെൺകുട്ടിയാ. അതുകൊണ്ട് അവളെ എന്റേതാക്കിയിട്ട് സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കണം ഇനിയുള്ള കാലം മുഴുവൻ. ചന്തമുള്ളൊരു മുഖവും മാടപ്രാവിൻ്റെ ഒരു മനസ്സുമുണ്ട് ആണിനെന്ന് മനസ്സിലായ വീഴാത്ത പെണ്ണുണ്ടോ? കണ്ണന് നല്ല തലവേദനയുണ്ട്, പോകുന്നില്ലെന്നാ പറഞ്ഞത്. എന്നിട്ടും ഒരുത്തി അണിഞ്ഞൊരുങ്ങിയത് ഇവനൊപ്പം പോകാനായിരിക്കും. ഒരാൾ അഴിച്ചു വിടാനുണ്ടെങ്കിലേ പിന്നെ അവക്ക് പോവാലോ. പോട്ടെ മോളെ, പോട്ടെ. അങ്ങനെ പോയാ പിന്നെ വലിയൊരു ശല്യം തീർന്നു കിട്ടുമല്ലോ. വന്നു വന്നു, കൊണ്ടുപോകാനുള്ള ആള് വന്നു. അതെ, ഞാൻ പറഞ്ഞിട്ട് തന്നെ സാഗർ വന്നത്. ഇന്ന് എനിക്ക് കുറച്ച് തളർച്ചയുണ്ട്. ഞാനില്ലാത്തപ്പോ ഇനി കമ്പനിയുടെ മേൽനോട്ടം മഹിക്കായിരിക്കും. അപ്പോ എന്റെ ഉണ്ണിയേട്ടൻ എന്താ ജോലി? അവന്റെ ജോലി എന്താണെന്ന് അവൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിലേ നീ അവനോട് ഇതേ ചോദ്യം ചോദിക്കണം. അപ്പൊ അവൻ പറഞ്ഞു തരും അവന്റെ ജോലി എന്താണെന്ന്. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വെറും ഒരു ഫൈനാൻസിയേഴ്സ് മാത്രമല്ല. ഞങ്ങൾക്ക് മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. അതിൽ ഉണ്ണി എന്തൊക്കെ നോക്കണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ സ്വർണ്ണക്കട ഉൾപ്പെടെ മറ്റു ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മേഘനയെ ഏൽപ്പിച്ചിരിക്കുന്നത്. 10-65 വയസ്സ് കഴിഞ്ഞെങ്കിലും അമ്മാവനും ചിലതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. നീ പ്രസവം കഴിഞ്ഞ് വരുമ്പോ നിനക്ക് താല്പര്യമാണെങ്കിൽ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടുള്ള ജോലി നിനക്കും തന്നിരിക്കും. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ ജോലിക്ക് നിയമിക്കേണ്ടത് എന്റെ ഉണ്ണിയെന്നല്ലേ? അല്ല, കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ടോ അവിടെ ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. എല്ലാ സ്റ്റാഫിനെയും ഇന്റർവ്യൂ ചെയ്ത് അവർ ജോലിക്ക് യോഗ്യരാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ഞാനാ. ചില നേരത്ത് എന്നെ സഹായിക്കാനായിട്ട് ഇന്റർവ്യൂ നടക്കുമ്പോ എന്റെ അരികിൽ ഇരിക്കാറുണ്ട്. എങ്കിലും ഫൈനൽ തീരുമാനം എന്റേതാണ്. എന്തായാലും ദേ ഇന്ന് ഇവളുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. നീ ഇല്ലാത്തതിന്റെ സന്തോഷമായിരിക്കും. ഞാൻ ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഇയാളുടെ മുഖം ഇങ്ങനെ തന്നെയാ. ഇന്ന് ഞാൻ ചെല്ലാത്തിന്റെ നേരി വിഷമമുണ്ട്. അതുകൊണ്ട് പോകുന്നില്ല എന്ന് ഇയാൾ പലതവണ പറഞ്ഞതാ. പിന്നെ ഞാനാ നിർബന്ധിച്ച് പറഞ്ഞത് ഒരു ദിവസം പോലും ഉത്തരവാദിത്തപ്പെട്ടവര് കമ്പനിയിൽ നിന്ന് മാറി നിൽക്കരുതെന്ന്. ഇവക്ക് പിന്നെ നിക്കാലോ. എന്നെ പോലെ 10 മാസം കുഞ്ഞിനെ ഉദരത്തിലിട്ടുകൊണ്ട് നടക്കണ്ട, നൊന്ത് പ്രസവിക്കണ്ട, അങ്ങനെ പ്രസവിച്ച കുഞ്ഞിനെ വളർത്തണ്ട. അങ്ങനെയുള്ളപ്പോഴേ ഇഷ്ടംപോലെ സമയമുണ്ട് എല്ലാത്തിനും. ഇടയ്ക്കിടയ്ക്ക് നല്ല കനത്തിൽ തന്നെ കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിൽ കാര്യമില്ല. ഇന്നിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും വയലൻസാ. അതില് രക്ഷിതാക്കൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ക്രിമിനൽ സംസ്കാരമുള്ള ഒരു അമ്മയ്ക്കും അച്ഛനും ജനിക്കുന്ന കുഞ്ഞുങ്ങള് അവരെക്കാളും ക്രിമിനലായിട്ടായിരിക്കും വളരുന്നത്. ഇനി സ്വന്തം പോരായ്മ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കാം. കരണേ, നീ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കെല്ലാം ഉണ്ടല്ലോ. ഉണ്ണി ഒരു പോരായ്മയില്ലാത്തവനാ, സുന്ദരനാ. വിവാഹത്തോടെ പലതും നഷ്ടപ്പെട്ടത് ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിക്കാ. എന്നിട്ട് നിനക്കെന്തിനാ ഇയാളോട് ശത്രുത? നീ ഏതു നേരം പരാജയപ്പെട്ടവളെ പോലെ നിന്റെ ചേച്ചിയെ ജയിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ? അതിന് ഞാൻ തോറ്റിട്ട് വേണ്ടേ ജയിക്കാൻ? അതെ, നീ തോറ്റിട്ടില്ല. പിന്നെ നിന്നെ സ്നേഹിക്കുകയും നീ ഒരു അമ്മയാവാൻ പോകുന്നു അറിഞ്ഞപ്പോ നിന്നേക്കാൾ കൂടുതൽ നിന്നെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിച്ച ഇയാളെ നീ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാരണം എന്താ? ഏതു നേരം വിമർശിക്കുന്നതിന്റെ കാരണം എന്താ? ഇവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സറിഞ്ഞ് സംസാരിക്കണം, പെരുമാറണം. അതുപോലെ ഒരു കാരണവശാലും എന്നെ ഒഴിവാക്കിയിട്ട് ഇവൾ ഒരുങ്ങിച്ചമഞ്ഞ് നിങ്ങൾക്കൊപ്പം ഓഫീസിലേക്ക് വരാൻ പാടില്ല. അതായത് വീടിനകത്ത് തളയ്ക്കപ്പെടുന്ന എന്റെ ഭാര്യ ഇവിടെയുള്ള എല്ലാവർക്കും വെച്ചു വിളമ്പണം. നിനക്കിഷ്ടപ്പെട്ടതൊക്കെ നീ പറയുന്ന സമയത്ത് ഉണ്ടാക്കി മുന്നിൽ വെക്കണം. അതായത് നിന്റെ ചേച്ചി നിനക്കൊരു സെർവന്റ്. എന്നാ ഇയാൾ എനിക്കിപ്പോ എന്റെ ഭാര്യ. ഒരു ഭാര്യ എന്ന് പറയുമ്പോ അവള് കുടുംബനാഥന് താഴെയല്ല, അയാൾക്കൊപ്പമോ അയാൾക്ക് കുറച്ച് മുകളിലോ നിൽക്കേണ്ടവളാണ്. ഒരേ സമയം ഒരു വീടിന്റെയും വീടിനകത്തുള്ളവരുടെയും കാര്യങ്ങൾ ചിട്ടയോടെ നോക്കുന്നവളും കുടുംബത്തെ താങ്ങി നിർത്തുന്നവളുമാ. അവിടെ നിന്റെ ചേച്ചി 100% വിജയ. നിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശനും സഹായിച്ചതുകൊണ്ട് നീ വെറും പൂജയായി പോയി. കരുണമോളെ ചൊടിപ്പിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും അല്ലമ്മേ. ഇവള് പറഞ്ഞതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ വീട്ടിലല്ലാതെ മറ്റൊരു വീട്ടിലാണ് ഇവള് പോയിരുന്നെങ്കിൽ ഇപ്പൊ പോയതിന്റെ അതേ സ്പീഡിൽ തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയാനെ. അല്ല, ഇവിടുന്നും പോയല്ലോ. പിന്നെ ചേച്ചി ജയിക്കാൻ ഒരു കാരണം കിട്ടിയപ്പോഴല്ലേ ഇവള് തിരിച്ചു വന്നത്. കുഞ്ഞ് ജനിച്ചില്ല, അതിനു മുമ്പ് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ മുൻനിർത്തി ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാ.
പോട്ടെ കണ്ണേട്ടാ, നീ അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. ആ, ഓഫീസിലെത്തിയ ശേഷം എന്നെ വിളിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം. അതുപോലെ തന്നെ പുറത്തേക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ സാഗറിനൊപ്പം തനിക്ക് എവിടെയും പോവാം. ശരി കണ്ണേട്ടാ. ഓരോ ദിവസം കഴിയുന്തോറും ഇവളുടെ സൗന്ദര്യം കൂടിക്കൂടി വരുക. അതെന്നെ മത്തുപിടിപ്പിക്കുന്നുണ്ട്. കേറണം മാഡം. അത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട. ഡോറ് തുറന്ന് കയറാനൊക്കെ എനിക്കറിയാം. സോറി. എടാ, അവനെ കണ്ടിട്ടേ ആളത്ര ശരിയല്ല കണ്ണാ. ശരിയല്ലാത്ത കണ്ണു വെച്ച് നോക്കിയാ എല്ലാരെ കുറിച്ചും അങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവും. മഹിക്കും എനിക്കും സാഗറിന് വിശ്വാസം. പിന്നെ മറ്റാരും അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. ഒരു ദിവസം അവളെ ഇങ്ങനെ വിട്ടതിന്റെ പേരിലേ ചിലർക്കൊക്കെ കരയേണ്ടി വരും. അങ്ങനെ കരയുമ്പോ നീ കൂടെ കരയണ്ട. എന്റെ കരച്ചിലിന് പങ്കാളിയാവാൻ ഞാൻ നിന്നെ വിളിച്ചിട്ടുമില്ല. നിന്റെ ചേച്ചിയെ, നിന്റെ കൂടപ്പുറപ്പിനെ നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാ വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു മഹാലക്ഷ്മി എന്ന നിന്റെ ചേച്ചി ആരാണെന്ന്. അതുകൊണ്ടാ അയാളെ കല്യാണം കഴിച്ച് ഞാൻ കൂടെ കൂട്ടിയത്. ഏത് പുരുഷനൊപ്പവും ഏത് പാതിരാത്രിയിലും അയാളെ എനിക്ക് തനിച്ചുവിടാം. ഭർത്താവിന് ചില പോരായ്മകൾ ഉണ്ടെന്ന് കരുതി ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി അതിനേക്കാളും സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള പുരുഷനെ തേടി പോകുന്ന പ്രകൃതക്കാരിയല്ല നിന്റെ ചേച്ചി. അതുകൊണ്ട് അതൊഴിച്ച് നീ മറ്റെന്തും പറഞ്ഞു. എന്തോ അമ്മേ, ഇയാൾക്ക് അവളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അവൾ എന്തെങ്കിലും പറഞ്ഞാലേ ഇയാൾക്കാണല്ലോ അവളെക്കാളും നോവുന്നത്. അവൾ അത്രത്തോളം അവന്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. സാരമില്ല, ഇപ്പൊ ഒരുത്തനെ വിശ്വസിച്ച് അവനൊപ്പം പറഞ്ഞു വിട്ടല്ലോ. അവൻ തന്നെ അവന്റെ മുതലാളിയെ കരയിച്ചോളും. മോളെ, ഒരു ദിവസം കണ്ണൻ കാറിൽ വന്നിറങ്ങുമ്പോ അവനും അവന്റെ വീൽ ചെയറും മാത്രമേ കാണൂ. കൂടെ അവള് കാണില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മോളെ നമുക്ക്. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. ശരീരമാസകലം തളർന്ന ആൾക്കാരെ സാർ എഴുന്നേപ്പിച്ച് നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അലോപ്പതി ഉൾപ്പെടെയുള്ള ചികിത്സകൾ ഫലിക്കാത്ത സാഹചര്യത്തെ സാർ എങ്ങനെയായിരിക്കും മറികടക്കുക? ഞാനും എന്റെ കാരണവന്മാരും പാരമ്പര്യമായി വികസിപ്പിച്ചെടുത്ത ചില ചികിത്സാ രീതികളുണ്ട്, ചില കൂട്ടുകളുണ്ട്. അത് പലപ്പോഴും അത്ഭുതങ്ങൾ കാട്ടിയിട്ടുമുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇന്നേ വരെ എന്റെ അടുത്ത് വന്ന ആർക്കും നിരാശരായി പോകേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും ഇവിടെ തിരക്ക് കുറവാണ്. അത് മനഃപൂർവ്വം കുറയ്ക്കുന്നതാണോ സർ? അതെ, ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാളിലായിരിക്കും എന്റെ ശ്രദ്ധ മുഴുവൻ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുക്കാറുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അതുകൊണ്ട് ഒരേ സമയം ഒരുപാട് പേരെ ഇവിടെ കിടത്തി ചികിത്സിപ്പിക്കാറില്ല. ഏറിയാൽ 2 or 3 ആൾക്കാർ.
അതും ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ലെന്ന വിശ്വാസത്തിൽ മനസ്സ് തരിശായി പോയവരെയാണ് ഞാൻ കൂടുതലും ഏറ്റെടുക്കാറുള്ളത്. അല്ലാതെ ഇതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല. തലച്ചോറിലെ ഞരമ്പുകൾക്ക് ക്ഷതം തട്ടിയിട്ട് തലച്ചോറുമായി ബന്ധമില്ലാത്ത ചില ഭാഗങ്ങളെ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡോക്ടറെക്കാളും ക്ഷമ വേണ്ടത് രോഗിക്കാണ്. അവർ പൂർണ്ണമായും സഹകരിക്കണം. മരുന്നുകളൊക്കെ കടുകട്ടിയാണ്, കുടിച്ചിറക്കാൻ പാടുപെടും. അതുകൊണ്ടാണ് പലരും പാതി വഴിക്ക് ചികിത്സ നിർത്തി പോകുന്നത്. അവിടെ രോഗിയെക്കാളും വിഷമിക്കുന്നത് ഡോക്ടർ തന്നെയാണ്. തന്റെ ചികിത്സ പൂർണ്ണതയിൽ എത്താൻ കഴിയാത്ത നിരാശ ആ സമയത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പോയ രോഗികളുണ്ടോ? ഒരുപാട്. അത്രയ്ക്ക് സഹനശക്തി വേണം, മാസങ്ങളോളം. ചിലപ്പോ 2-3 വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും തളർന്ന ഒരാള് എഴുന്നേറ്റ് നടക്കുന്നത്. പക്ഷെ പൂർണ്ണമായി ഒരു രോഗി മനസ്സർപ്പിക്കുകയാണെങ്കിൽ അയാൾ ആഗ്രഹിച്ച കാര്യം നടത്തി കൊടുക്കുവാൻ അവരെക്കാളും കൂടുതൽ ഉത്സാഹിക്കുന്ന കൂട്ടത്തില ഞാൻ. ഇതുവരെ ഡോക്ടർ ഏതെങ്കിലും കേസ് റിസ്ക് ആണെന്ന് കരുതി അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടോ? 100% വിജയിക്കില്ല എന്നറിഞ്ഞാൽ വെറുതെ അവരെ കിടത്തി ചികിത്സിപ്പിച്ചിട്ട് കാര്യമില്ല. മരണവും ജീവിതവും തമ്മിലുള്ള ദൂരം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് കുറവാണെങ്കിൽ അത്തരം പേഷ്യൻസിനെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാറില്ല. എന്നാൽ ആയുസ് ഒരുപാടുണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് തോന്നിയാൽ ഉറപ്പായും അവരെ ഏറ്റെടുക്കാറുണ്ട്, സ്വന്തം കുഞ്ഞിനെ പോലെ. അഗസ്ത്യകൂടം പേര് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ആയുർവേദ ഹോസ്പിറ്റൽ ആശ്രയമറ്റവർക്ക് തണലാണ്. ഇവിടെ മാറാ രോഗങ്ങൾക്ക് വരെ ചികിത്സയുണ്ട്. നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ അത്രയേറെ രോഗികൾക്ക് പുതുജീവിതം നൽകുന്ന ഡോക്ടർ തോമസ് വൈദ്യനുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ചികിത്സാ സമ്പ്രദായത്തെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി അദ്ദേഹവുമായി അടുത്ത ബുധനാഴ്ച ഇതേ സമയം നമുക്ക് കൂടുതൽ കാണാം, അറിയാം. നന്ദി, നമസ്കാരം. ഹലോ, സാഗർ ഒന്ന് ഇങ്ങോട്ട് വരുമോ? എപ്പോ വന്നു എന്ന് ചോദിച്ചാ പോരെ? ദേ വരുന്നു മാഡം. ഓക്കെ. അതെ, ഏതു നേരവും എനിക്കിപ്പോ ഓഫീസ് വർക്കിനേക്കാളും മാഡത്തിന്റെ കാര്യങ്ങൾ നോക്കാനേ സമയമുള്ളൂ. അത് നോക്കണമെന്നല്ലേ കണ്ണൻ സാർ പറഞ്ഞിരിക്കുന്നത്. ആ, മാഡത്തിന് എന്തെങ്കിലും ആവശ്യം കാണും. എക്സ്ട്രാ ജോലി നോക്കുന്നതിന് സാലറിയിൽ ചെറിയൊരു മാറ്റം കൂടി കണ്ണൻ സാർ ചെയ്തിട്ടുണ്ട്. അയ്യോ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. വേണ്ടാന്ന് പറഞ്ഞാലും അർഹതപ്പെട്ടവർക്ക് സാറ് സാലറി കൂട്ടിക്കൊടുക്കും. അതാ ഒരു രീതി. ദേ, അവര് തന്നോട് കാണിക്കുന്ന വിശ്വാസം അതേപടി നിലനിർത്തിക്കുവോ? അങ്ങനെയാണെങ്കിലേ തനിക്ക് ഇതിലും നല്ല മെച്ചമുണ്ടാവും. 100% ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ മാഡം വിളിച്ചല്ലേ, ചെല്ലേ. ശരി. ആ, പ്രതിഭേ നോക്ക്. ആ, എന്താ ചേച്ചി? നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണമല്ലോ. അതിനെന്താ ചേച്ചി? അല്ല, സാഗറിന് ഇവിടെ ജോലി തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ജോലിയുണ്ട്, എന്നാലും അത് വന്നിട്ട് ചെയ്യാലോ. ഞാൻ സാഗറിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഏയ്, ബുദ്ധിമുട്ടോ? നിന്റെ അടുത്തേക്ക് എങ്ങനെ വരുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ സമയത്തല്ലേ എന്റെ ലച്ചു എന്നെ വിളിച്ചത്. എന്താ ആലോചിക്കുന്നത്? ശരിക്കും ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാ ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നത്. കണ്ണൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടുത്തെ സ്റ്റാഫാണ് സാഗർ. എന്നിട്ട് പലപ്പോഴും സാഗറിനെ ഞങ്ങളൊരു ഡ്രൈവർ ആക്കുന്നെന്ന് തോന്നലുണ്ട്. ഏയ്, അങ്ങനൊരു തോന്നലൊന്നും വേണ്ട. ഇനിയിപ്പോൾ ചേച്ചിയുടെയും കണ്ണൻ സാറിൻ്റെയും ഡ്രൈവർ ആക്കുകയാണെങ്കിലും ആ ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ് കേട്ടോ.
അതൊന്നും വേണ്ട കേട്ടോ. എന്നാ പിന്നെ ഇറങ്ങിയാലോ? ഓ എന്നാ വാ. ഇന്നിനി എങ്ങോട്ടാണോ എന്തോ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇവളുടെ മനസ്സിലേക്ക് തുളച്ചു കയറാൻ പറ്റിയ അവസരമാണ് ഇവൾ ഉണ്ടാക്കി തരുന്നത്. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ചേച്ചി. ഞാൻ മൊബൈലിൽ മാപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന റൂട്ടിൽ പോയാൽ മതി. പർച്ചേസ് ഒന്നും അല്ലല്ലോ? അല്ല, ഇവിടെ കുറച്ചു ദൂരത്തില് വലിയൊരു ആയുർവേദ വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിന്റെ പേര് അഗസ്ത്യകൂടം എന്നാ. അതൊരു ഹോസ്പിറ്റൽ പോലല്ല, ആശ്രമം പോലെ അദ്ദേഹം നടത്തുന്നേ. ഞാൻ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട് ചേച്ചി. വലിയ സിദ്ധനാ. അതെ, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് കണ്ണേട്ടന്റെ കാര്യം ഒന്ന് സംസാരിക്കണം.